ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ ഗ്രറ്റിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അറിയിപ്പുണ്ട്. എൻ്റെ മെൻറ്ററിങ് ബാച്ചിൽ ഒരു 4 സീറ്റും കൂടെ ഒരു വേക്കൻസി ഉണ്ട്. 4 സീറ്റും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആവാനുള്ള 4 സീറ്റ്സും കൂടെ വേക്കൻസി ഉണ്ട്. ഇപ്പം ആർക്കെങ്കിലും മെൻറ്ററിങ് ബാച്ചിൽ ചേരണമെന്ന് ചോദിച്ചിട്ട് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞ് പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വരാം. 4 സീറ്റ് മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമുക്ക് ഒരിക്കൽ കൂടി വീക്കിലി മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂയിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പൊ നമ്മളിപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ അടിച്ച് പണ്ടടങ്ങി അമേരിക്കൻ മാർക്കറ്റൊക്കെ ഇറങ്ങിക്കോ നല്ല ഡൗൺവേർഡ് മൂവ്മെന്റിലെ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ 24,642 നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ചെറിയൊരു പ്ലസ് ഇതിന്റെ ഇപ്പുണ്ട്. അമേരിക്കൻ മാർക്കറ്റൊക്കെ 569 പോയിന്റ്, നാസ്ഡാക്ക് 500 പോയിന്റ്, 2% ഇടയിൽ. നാസ്ഡാക്ക് ഇത്ര ദിവസം കയറിക്കൂടുന്ന നാസ്ഡാക്ക് അടിച്ച് പണ്ടടങ്ങി താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു ഈ വരാൻ പോകുന്ന ഒരു വീക്കിലി വ്യൂ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് ട്രംപിന്റെ പണി തന്നിട്ടുണ്ട്. ട്രംപിന്റെ താരിഫിന്റെ പണി, ട്രംപ് താരിഫ് തന്ന പോലത്തെ ഒരു മാർക്കറ്റ് ക്രാഷ്, നമ്മൾ പറയുന്നത് എൻ്റെ ഈ തമിഴിൽ കാണിച്ചു കൊടുക്കുന്ന മാർക്കറ്റ് ക്രാഷും എന്താണ് ട്രംപ് താരിഫും, അതാണ് ഈ തമിഴിലിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകത്തിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെയും വീക്ക്ലി ക്യാൻഡിലും വീക്ക്ലി മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടും വെച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വ്യക്തമായിട്ട് ഇത് കാണുക. കണ്ടിട്ട് നിങ്ങളല്ല വീക്ക്ലിയുടെ വീക്ക്ലി വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൊസിഷണൽ വ്യൂ, അതായത് നമുക്കൊരു ഒരാഴ്ചത്തേക്കുള്ള ഒരു വ്യൂ നമ്മളെ മനസ്സിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഈ ഭാഗത്ത് നമ്മൾ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരുന്നുണ്ട്. ആ സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. എൻ്റെ ഡെയിലി ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബൈ മൊമെന്റത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് ചിന്തിച്ച് പൊസിഷൻ എടുക്കാം. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ആ ഒരു വ്യൂയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഏതിലേക്ക് പോകാം, മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ. അപ്പൊ മിഡ് ക്യാപ്പ് നിഫ്റ്റി കഴിഞ്ഞ 3 ആഴ്ചയായി നിങ്ങൾ നോക്കിയാൽ ഒരു കയറ്റം കയറിയതിനു ശേഷം ഓരോ ദിവസവും കഴിയുന്തോറും റെഡ് ക്ലോസിംഗ് താഴേക്ക് വന്ന് ഒരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ ഈ ഒരു ആഴ്ച നിങ്ങൾ നോക്കിയാൽ ഇത് ഡെയിലി ക്യാൻഡിലാണ്. അപ്പൊ ഇത് ബെയറിഷ് ആണ്. ഇത് ഇന്നലത്തെ കാട്ടി ഒരു ബെയറിഷ് ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിലും ക്ലോസ് വെച്ച് തലേദിവസം കാട്ടി ഡൗൺ ബോർഡ് ക്ലോസിലാണ്. ഇതും തലേദിവസക്കാർ ഡൗൺവേർഡ് ക്ലോസ് ആണ്. ആകപ്പാടെ കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രമാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു അപ്വേർഡ് ഡിറക്ഷൻ വന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും മിഡ് ക്യാപ്പ് നിഫ്റ്റി പൊതുവെ ഡൗൺവേർഡിൽ വന്നത്. എന്നെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്ന ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്, ഡൗൺ വീക്ക് ആണ്. നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. ഈ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ POC ഇപ്പോഴും 13,017 ഭാഗത്താണ് POC ഫോം ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ POC എവിടെയാണ് നിൽക്കുന്നത്, ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ POC എന്ന് പറയുമ്പോൾ ഞാൻ ആ POC ഇത് ജസ്റ്റ് വരച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. POC ഫോം ചെയ്തിരിക്കുന്ന വീക്കിലി POC വന്നിരിക്കുന്നത് ഇപ്പൊ നടന്ന വീക്കിലി POC എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13,017 ഭാഗത്താണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ വീക്കിലി POC നിൽക്കുന്നത്. മിഡ് ക്യാപ്പ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ലോവർ സ്ട്രക്ചറിന്റെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലോവർ 12,650 ഭാഗത്തും. ഇത് നോക്കിയത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 4th ജൂണിന്റെ ഈ ഭാഗത്തൊക്കെ വന്ന് തിരിച്ച് മാർക്കറ്റ് കയറി പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി അതിനെ അടുപ്പിച്ച് വന്ന് സപ്പോർട്ട് എടുത്ത ഭാഗത്താണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വീക്കസ്റ്റ് ക്ലോസിംഗ് ആണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഈ വീക്കിലിയിൽ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീക്കിലിയിൽ വന്നിരിക്കുന്നത് ഒരു വീക്കസ്റ്റ് ക്ലോസിംഗ് ആണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് എങ്ങോട്ട് പോകാം. താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും മിഡ് ക്യാപ്പ് നിഫ്റ്റി ഏറ്റവും അടുത്ത് ഈ പറഞ്ഞ മെയ് 2-ാം തീയതി ജൂണിൽ വന്ന ഒരു ട്രെൻഡിങ് അപ്വേർഡ് വീക്കിന്റെ POC ആയ ആ ഒരു POC 13,017 ഭാഗത്താണ് POC. 13,017 12,744 ഭാഗത്താണ് POC എന്നത്. ഈ POCയുടെ ഭാഗത്ത്, അതായത് ചുരുക്കി പറഞ്ഞ ആ ഒരു വാല്യൂ ഏരിയയുടെ 12,645 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ഏരിയയുടെ ഭാഗത്താണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവനെ സംബന്ധിച്ച് അടുത്ത താഴെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്, 12,600 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് കൊണ്ട് മിഡ് ക്യാപ്പ് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് നിഫ്റ്റി എങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതായത് മെയ് 5th വന്ന നമ്മളെ ഏത് ദിവസം നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ അടി ആ ഒരു തുടക്കത്തിന്റെ ആ ഒരു ലാസ്റ്റ് വരുന്ന മെയ് 1st ആ ഒരു വീക്കിന്റെ ഫസ്റ്റ് POC എവിടെയാണ്, ആ വീക്കിന്റെ POC ആയ 12,700
200 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ വീക്കിന്റെ POC ആയ 12,175ന്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് പൊട്ടുകയാണെങ്കിൽ 12,596 പൊട്ടുകയാണെങ്കിൽ 12,442ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ POC 12,175ന്റെ ഭാഗത്തേക്ക് എവിടെ വരെ വരാം? 12,175 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മിഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 12,600 അത് പൊട്ടി 12,442 പൊട്ടുകയാണെങ്കിൽ സ്പോട്ട് എങ്ങോട്ട് വരാം? ഈ 12,175ന്റെ ഭാഗത്തേക്ക് സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മിഡ് ക്യാപ് നിഫ്റ്റി സംബന്ധിച്ച് അപ്വേർഡ് ജേണി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12,833 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ ഈ POC കഴിഞ്ഞ ആഴ്ചത്തെ POC ആയ 13,230ന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് വരാൻ പോകുന്ന ഈ ഒരു 2 ആഴ്ചത്തേക്കുള്ള എൻ്റെ ഒരു വ്യൂ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതായത് 12,600 പൊട്ടുവാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി ഇവൻച്വലി 12,175ന്റെ ഭാഗത്തേക്ക് വരാനും 12,835 പൊട്ടി മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ ഇവൻച്വലി 13,017 അതിന് മുകളിൽ 13,230ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതെൻ്റെ ഒരു വീക്ക്ലി വ്യൂ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആണ്. ഈ വീക്ക് ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആണ്. ഈ വീക്ക് ബാക്ക് ടു ബാക്ക് നിഫ്റ്റി ന്യൂട്രൽ എസ്റ്റീം ഡൗൺ വീക്ക് വന്നു. അതുകൂടാതെ ഈ വീക്ക് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 24,960 അതായത് ഈ വീക്കിന് ഇന്നലെ വന്ന ഹൈ 24,956 രൂപ 50 പൈസ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്താണ് നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വീക്കിലി FA ആണ്. എന്താണ്? ഒരു വീക്കിലി FA വന്ന ദിവസം. ചുരുക്കി പറഞ്ഞാൽ വീക്കിലി FA കൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു ദിവസവും കൂടെ ആയിരുന്നു നമ്മൾ എന്ന് കൃത്യം പറയുകയാണെങ്കിൽ 24,956ന്റെ ഭാഗത്ത് വീക്കിലി FA വന്നു. അപ്പൊ നിഫ്റ്റിയുടെ നമ്മൾ ഒരു വീക്കിലി ATR ഇവിടെ ഇടുമ്പോൾ ATR ഇടുന്ന സമയത്ത് ATR നിങ്ങൾ നോക്കുമ്പോൾ ATR കൊടുക്കുകയാണെങ്കിൽ ആസ് പെർ ദ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം എന്നെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്കിന്റെ ATR എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 581 പോയിന്റിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് മിഡ് ക്യാപ്. ക്ലിയർ ആണല്ലോ? 581 പോയിന്റ് ഭാഗത്താണ് നിൽക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 581 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 24,956 മൈനസ് 581 എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 24,375ന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സ്പോട്ട് എങ്ങോട്ട് വരാം? 24,375ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ആഴ്ച ഫെയിൽഡ് ഓപ്ഷൻ വന്നതുകൊണ്ട് ഈ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം മാർക്കറ്റ് എങ്ങോട്ട് വരാം? നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങോട്ട് വരാം? 24,375ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി താഴേക്ക് പോകാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയറിയാം, നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12 മെയ് ഈ 12 മെയ്യിൽ വന്ന ആ ഒരു വീക്ക് ഉണ്ടല്ലോ, 12 മെയ്യിൽ വന്ന ആ ഒരു വീക്കിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇതാണ് ആ മെയ്യിൽ വന്ന വീക്ക്. നിങ്ങൾക്ക് അറിയാതിരിക്കും പറ്റുന്ന ഏറ്റവും കൂടുതൽ 12 മെയ്ക്ക് വന്ന വീക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ബിഗ്ഗസ്റ്റ് ബൈയിങ് ഏരിയ കണ്ടല്ലോ, ഈ ഒരു ബൈയിങ് വന്ന ഒരു വീക്കിന്റെ ഏരിയയുടെ ഭാഗത്ത് തന്നെയാണ് അവൻ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ലോവർ ലെവലിലെ സ്ട്രക്ചർ ഒന്നും പൊട്ടിയിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് മിഡ് ക്യാപ് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി 12,000 മിഡ് ക്യാപ് അല്ല 24,600 എന്ന് പറഞ്ഞ നിഫ്റ്റി പൊട്ടി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ 24,500ന്റെ ഭാഗത്ത് ഒരു സ്ട്രോങ് 550ന്റെ ഭാഗത്ത് സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇവൻച്വലി നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,300 500 താഴെ 550 താഴത്ത് നിൽക്കുകയാണെങ്കിൽ 500ന്റെ ഭാഗത്ത് സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ 24,500 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് വരാം? സ്പോട്ട് 24,397ന്റെ ഭാഗത്തേക്കും അതിന് താഴെ ഈ സിംഗിൾ പ്രിന്റ് അതായത് 5th മെയ്യുടെ സിംഗിൾ പ്രിന്റ് ആയ 24,210 24,131ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഇന്ന് അവസാനിച്ച വീക്കിലി FA പ്രകാരം 24,625 650 താഴെ 600 താഴെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് താഴെ നിൽക്കുകയാണെങ്കിൽ അവ എന്തായാലും 24,370 അതായത് നിഫ്റ്റി നിൽക്കുക 24,646 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,375ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ആണ് സ്പോട്ടിൽ വളരെയധികം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള ചാൻസ് നാളെ ഈ ലെവൽ പൊട്ടി നിൽക്കുകയാണെങ്കിൽ മൺഡേയിൽ
24,375 ഭാഗത്തേക്ക് ഇമ്മീഡിയറ്റ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ബൈയിങ് മൊമെന്റം എടുക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,730 700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇന്നത്തെ POC ആയ 24,000 നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ POC 24,847 ഭാഗത്തും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ കഴിഞ്ഞ വീക്കിന്റെ POC ആയ 25,072 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് നിഫ്റ്റിയുടെ ഒരു വരാൻ പോകുന്ന വീക്കിന്റെ വ്യൂ. ഇനി നമുക്ക് തമ്മിൽ ഭേദം തൊമ്മനായ ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം അടിച്ച് താഴേക്ക് ഇറങ്ങി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,600 ഭാഗത്തുള്ള ഈ ഒരു ജൂൺ മാസത്തെ ലാസ്റ്റ് സപ്പോർട്ട് ഇല്ലേ, ഈ ഭാഗത്ത് RBIയുടെ ആ ഒരു സമയത്തിന് മുമ്പേ ഉള്ള അതിനുശേഷം വന്ന ഈ ഒരു ഭാഗത്തിന് സപ്പോർട്ടിന്റെ ഭാഗത്തൊക്കെയാണ് ഈ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ലോവർ സ്ട്രക്ചറിലൊക്കെ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്, വീക്കാണ്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് 56,207 ഭാഗത്താണ്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 55,796 ഭാഗത്താണ്. ആശാൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ക്ലോസിംഗ് താഴേക്ക് വന്നപ്പോൾ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്സ് ഇതാണ്. 55,681 സ്പോട്ടിലെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഇത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 55,450 എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. അതിന് താഴെ അവനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 54,935 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ 54,935 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹെവി സെല്ലിങ്ങിന് ചാൻസ് ഉണ്ട്. 54,350 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹെവി സെല്ലിങ് വന്ന് ഈ ഒരു കാണുന്ന സിംഗിൾ പ്രിന്റ് വീക്കിലി വന്ന സിംഗിൾ പ്രിന്റ്സിന്റെ ഭാഗത്തേക്ക് പോകാനും ഇവഞ്ച്വലി 52,752 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഇവഞ്ച്വലി വരാനുള്ള ചാൻസും ഒരു വീക്ക് ഓൺ വീക്ക് ബേസിസിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 55,654 പൊട്ടുകയാണെങ്കിൽ 55,000 ഭാഗത്തേക്കും, അത് പൊട്ടുകയാണെങ്കിൽ 54,550 ഭാഗത്തേക്കും 54,350 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 54,350 നമ്മളെ സംബന്ധിച്ച് ഒരു ബേറിഷ് ആയിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ടഡ് ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ കാര്യം വ്യക്തമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മൺഡേയിൽ താഴേക്ക് അടിക്കണം. ഇല്ല ബാങ്ക് നിഫ്റ്റി 56,850 മുകളിൽ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഈ വീക്കിന്റെ POC ആയ 57,233 അതിന് മുകളിൽ കഴിഞ്ഞ വീക്കിന്റെ POC ആയ 57,370 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇത് എന്നെ സംബന്ധിച്ചൊരു വീക്കിലി വ്യൂ ആണ്. ഈ വീക്കിലി വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ നാളെ തന്നെ അല്ലെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് അടിച്ചിറങ്ങി ഇതൊക്കെ വരണം നിർബന്ധമില്ല. ഒരു വീക്ക് ഓൺ വ്യൂവിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മളെ ബുള്ളിഷ് റെഫറൻസ് 56,840 നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് 24,750 ഭാഗത്തും മിഡ് ക്യാപ്പിൻ്റെത് 12,840 ഭാഗത്തുമാണ് ഈ ബുള്ളിഷ് റെഫറൻസ്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമ്മൾ ഈ വീക്കിൽ അവസാനിച്ച POCയുടെ ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് വളരെയധികം കിട്ടുന്നു. അപ്പോൾ ഈ ലെവലൊക്കെ നിങ്ങളൊന്ന് വീക്കിലി ബേസിസിൽ വാച്ച് ചെയ്യുക. ഈ ലെവലിന്റെ ഭാഗത്ത് മാർക്കറ്റ് വരുന്ന സമയത്ത് ഈ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് മാർക്കറ്റ് വരുന്ന സമയത്ത് അവിടുത്തെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓർഡർ ഫ്ലോ നോക്കുക. ഓർഡർ ഫ്ലോ നല്ല രീതിയിൽ സെല്ലിങ് വരികയാണെങ്കിൽ ഓർത്തോളുക ആ സെല്ലേഴ്സ് വീണ്ടും എമർജ് ആയതുകൊണ്ട് അവർ വീണ്ടും അടിച്ച് താഴേക്ക് കൊണ്ടുവരുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയാണ് ഒരു വീക്കിലി വ്യൂ നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമ്മുടെ മെന്ററിംഗ് 4 ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.